പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞാൻ. പറഞ്ഞു കഴിഞ്ഞോ? എന്നാ പോയിക്കോ. ഞാൻ പോവാനായി തിരിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അപ്പോ തനിക്ക് മറുപടി വേണ്ടേ? പണി പാളി. ഇതും പറഞ്ഞ് ഞാൻ ശ്യാമിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തെണ്ടി കേട്ടൊന്ന് വിശ്വസിക്കാനാവാതെ വായും തുറന്നിരിക്കുകയാണ്. മറുപടി ഒന്നും വേണമെന്നില്ല സാർ. അത് കൊള്ളാലോ. ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് മറുപടി വാങ്ങാതെ പോകുന്ന മോശമല്ലേ? എന്നെ ഇപ്പൊ തല്ലും അടിയും പ്രതീക്ഷിച്ചെന്ന് എന്നോട് സാറൊരു ചോദ്യം ചോദിച്ചു. മിസ്രി, താൻ പ്രണയിക്കുന്നയാൾ എങ്ങനെയാവണമെന്നാണ് തന്റെ ആഗ്രഹം? അത് സാർ, താൻ പറയണം. പഠിപ്പിക്കുന്ന സാറിനോട് ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് ഇഷ്ടം പറയാമെങ്കിൽ പിന്നെ തന്റെ സങ്കല്പം പറയാതിരിക്കുന്ന എന്തിനാ? സർ, നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ റെഡ് സിഗ്നൽ കിട്ടി വെയിറ്റിംഗ് വരാറില്ലേ? ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കാനായി ഒക്കെയായി വരുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അവർക്ക് 5-10 രൂപ ഭിക്ഷായി കൊടുത്തൊഴിവാക്കാതെ നമ്മൾ പോകുന്ന കാര്യം മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് മാറ്റിവെച്ച് അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പിന് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സ്ഥിരമായി ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും നൽകാൻ കഴിയുന്നിടത്ത് എത്തിക്കാൻ മനസ്സുള്ള ഒരാളാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഗുഡ്. സഹജീവി സ്നേഹമുള്ള ഒരാൾ വേണമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ എങ്ങനെയാ തനിക്ക് എന്നെ ഇഷ്ടമായത്? പണി പിന്നെയും പാളി. ഇപ്രാവശ്യം ഞാനല്ല, ഐഷു അത് പറഞ്ഞത്. ചെറുപുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു തുടങ്ങി. സാർ അങ്ങനെയല്ലെന്ന് സാറ് പറഞ്ഞാൽ മാത്രം പോരല്ലോ. പിന്നെ ആരാ പറയേണ്ടത്? സർ, ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും ആഷിഖ് ഷാബാസ് എന്ന അധ്യാപകനെ അറിയും. ആഷിഖ് ഷാബാസ് എന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്ന കോളേജിൽ. ആ വിദ്യാർത്ഥിയെ ചിലപ്പോ ഇവരാരും അറിയാൻ സാധ്യതയില്ല. പക്ഷേ ആ വിദ്യാർത്ഥിയെ ഞാൻ അറിയും. ആ വിദ്യാർത്ഥിയുടെ നല്ല മനസ്സറിയും. സാർ എന്നെ ഒരു കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സിനോട് സീനിയർ ചേട്ടൻ മോശമായി പെരുമാറിയപ്പോൾ സീനിയേഴ്സ് ആണെന്ന് പോലും നോക്കാതെ രക്ഷകർത്താവിനെ പോലെ പോയി ചോദിക്കാൻ കാണിച്ച നല്ല തന്റേടുള്ള ആഷിഖ് എന്ന വിദ്യാർത്ഥി എനിക്കറിയാം. ആ സുഹൃത്ത് ഒറ്റക്കായി പോയ സമയത്ത്, എന്നുവെച്ചാൽ അച്ഛൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ, അതറിഞ്ഞ അമ്മ BP കൂടി തളർന്നു വീണപ്പോ ഒറ്റക്കായി പോയ ആ ചേച്ചിക്ക് സുഹൃത്തിനേക്കാൾ ഉപരി സഹോദരന്റെ കരുതലും സ്നേഹം കൊടുത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥി എനിക്കറിയാം. അച്ഛന്റെ സർജറി അടക്കം ഹോസ്പിറ്റലിൽ ലക്ഷങ്ങളുടെ ബാധ്യത വന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന അവൾക്ക് ഞാനുണ്ടടാ എന്ന് ആശ്വസിപ്പിച്ച് ആ ബാധ്യതയെല്ലാം ഏറ്റെടുത്ത ഒരു സഹപാഠിയെ ഞാൻ അറിയും. പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവരുടെ കുടുംബം ഇന്ന് അല്ലലില്ലാ ജീവിക്കുന്ന അടക്കം സുഹൃത്തിന്റെ കല്യാണം വരെ നടത്തിക്കൊടുത്ത സാറിന്റെ മനസ്സിൽ സഹജീവി സ്നേഹം ഇല്ല എന്ന് പറഞ്ഞ ഞാനെങ്ങനെ വിശ്വസിക്കും? അതെന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ചെയ്തു. അല്ലാതെ കാണുന്നവരെല്ലാം ഞാൻ സഹായിക്കാൻ പോയിട്ടില്ല. സാറിനെ നോക്കിയിട്ട് ഞാനൊരു പുഞ്ചിരിയോടെ തുടർന്നു. കോളേജിൽ നിന്ന് അവസാന വർഷം ടൂർ പോയപ്പോ ഊട്ടിയിൽ നിന്ന് മുല്ലപ്പൂ വിൽക്കുന്ന കുട്ടിയോട് സംസാരിച്ചപ്പോ അവൾ അമ്മക്ക് മരുന്ന് വാങ്ങാനാണ് ഇത് വിൽക്കുന്നതെന്ന് അറിഞ്ഞു. ആ പൂവ് മൊത്തത്തിൽ വാങ്ങി അതിന്റെ വിലയും കൂടാതെ കുറച്ചധികം രൂപയും കൊടുത്ത് ആ കുഞ്ഞിനെ സഹായിച്ചത് ഏത് പരിചയത്തിന് പുറത്തായിരുന്നെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ സാർ? എന്റെ വാഗ്വാദം കേട്ടിട്ട് ക്ലാസ് ഒന്നടങ്കം ഞെട്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടാവുമെന്നറിയാതെ എന്റെ ചങ്സ് ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ആ അവർ തീർന്നു. ബെല്ലടിച്ചു. സാർ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് സാറും പോവാനായി തിരിഞ്ഞപ്പോൾ, സാർ, ശ്യാമാണ്. നഫിക്കുള്ള മറുപടി സാർ കൊടുത്തില്ലല്ലോ. അവൾക്കുള്ള മറുപടിയല്ലേ, അല്ലാതെ തനിക്കല്ലല്ലോ. അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അത്രയും പറഞ്ഞ് സാറ് ക്ലാസ്സിൽ നിന്നും പോയി. തെണ്ടി, ഇത്രയൊക്കെ ആക്കി വെച്ച് പോരാ, അവനിനി മറുപടിയും വേണം. അവനിങ്ങ് വരട്ടെ, മറുപടി അന്വേഷിച്ച് അവന്റെ പുറം അടിച്ച് പള്ളിപ്പുറമാക്കണം. ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എന്റെ സീറ്റിൽ പോയിരുന്നു. ശ്യാമിനെ നോക്കിയപ്പോൾ അവനൊരു മാതിരി ആക്കിയ ചിരി. അവനെ നോക്കിയൊരു ലോഡ് പുച്ഛം വാരി വിതറി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ അടുത്ത കുരിശ് മുന്നിൽ വന്ന് നിൽക്കുന്നു. വേറെ ആരാ? ബെൻസീറ. അവളുടെ കണ്ണുകളൊക്കെ ചുവന്നിട്ട് എന്നെ ദഹിപ്പിക്കാൻ പാത്രമായി നിൽക്കുകയാണ്. അവൾ എന്റെ കവിളത്തിൽ ഞെക്കിപ്പിടിച്ച് പുറകോട്ട് തള്ളി ചുമരിൽ ചാരി നിർത്തി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാറിനെ സാറിന്റെ പാട്ടിന് വിട്ടേക്കാൻ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ? നീ എന്നോട് പണി വാങ്ങിച്ചിട്ടേ അടങ്ങൂ. അവളുടെ പിടുത്തം മുറുകി വന്നു. എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അവളുമാരെല്ലാവരും കൂടി അവളുടെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെ നടക്കാൻ? അമ്മാതിരി പിടുത്തമാണ് അവൾ പിടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവളുടെ കൈ ആരോ ബലമായി പിടിച്ചു മാറ്റി. പേടിക്കണ്ട, അവൾക്കിട്ടൊന്നും പൊട്ടിച്ചതാണ്. വേറെ ആരുമില്ല, നമ്മുടെ ശ്യാം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടല്ല ദേഷ്യം തീർക്കേണ്ടത്. ബെൻസിറ, നീ പോ. ഇനി അവളോട് വഴക്കിടുന്നെങ്ങാനും കണ്ട ഇപ്പോ കിട്ടിയ പോലെ ഇനിയും കിട്ടും. അവൾ പോവാനായി തിരിഞ്ഞു. പെട്ടെന്ന് എന്നെ അവനെ നോക്കി ഞങ്ങളോടായി പറഞ്ഞു, ഓ, നിന്റെ അഡ്വൈസർ ഇവനാണല്ലേ? സൂക്ഷിച്ചോ, നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നിരിക്കും. എനിക്ക് കിട്ടാത്തൊന്നും വേറെ ആരും അനുഭവിക്കണ്ട. നീ ബോഡി എവിടുന്ന് ഇനിയും ഡയലോഗ് അടിച്ചാലേ അടി കിട്ടും. നേരത്തെ കിട്ടിയ പോലെ നീ വിട്ടോ. അതും പറഞ്ഞ് അവനെന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ സീറ്റിൽ പോയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഫോൺ ഓണാക്കി. ക്ലാസ് റൂമിൽ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. മുന്നോട്ട് നടന്നപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത്.
ശ്യാമാണ്. ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്റെ മുന്നിൽ കയറി നിന്നു. ശ്യാം, മാറി നിൽക്ക്, എനിക്ക് പോണം. നീ നിൽക്ക്, നീ എന്താണ് പെട്ടെന്ന് പോന്ന്? അവളുമാരെ അവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതാ ഞാൻ നേരത്തെ ഇറങ്ങിയത്. അതിനിത്ര ഗൗരവം എന്തിനാ? എന്നോട് സംസാരിച്ചാൽ പോകുന്ന സ്ഥലത്ത് നിന്നെ കയറ്റില്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നീ മാറി, എനിക്ക് പോണം. നീ ആ ഗൗരവം വിട്ടൊന്ന് മയത്തി പറ, അപ്പൊ ഞാൻ മാറാം. ശ്യാം, നീ ഒറ്റ ഒരാൾക്കാരനാണ് ഇന്ന് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. നിന്റെ വില പറഞ്ഞ ഈഗോയാണ് എല്ലാത്തിനും കാരണം. ഇതൊന്നും പോരായിട്ട് അവൾക്കിട്ടൊന്ന് പൊട്ടിച്ചേക്കുന്നു. ഇനി അവൾ പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഐ ആം സോറി ഡി, ഇത്രയും പ്രശ്നമൊന്നും ഞാനും കരുതിയില്ല. എന്റെ ചിന്തകൾക്കപ്പുറം ആയിപ്പോയി സംഭവിച്ചല്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ എന്നോട് മിണ്ടാതിരിക്കലടി. ഇനി ഇതിന്റെ എല്ലാം കലിപ്പ് ആ ബെൻസിൽ എന്തൊക്കെ ചെയ്തു തീർക്കുന്ന എങ്ങനെ അറിയാം? എനിക്ക് ആകെ പേടിയാവുന്നു. ഞാൻ പോട്ടെ ശ്യാം. നീ ഒറ്റയ്ക്ക് പോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ട, ഞാൻ വരാം. നിന്നെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. വേണ്ട ശ്യാം, ഞാൻ പൊക്കോളാം. നീ ഇങ്ങ് നടന്നേ, അതെന്താ വേണ്ടാത്ത? വേറെ വഴിയില്ലാത്തതിനാൽ ഞാൻ അവന്റെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ദൂരെ മാറി ഞാൻ സാറിന്റെ കാറ് കണ്ടു. എങ്ങനെ പോകും? അവൻ എന്റെ കൂടെയുണ്ട്. അവനെ ഒഴിവാക്കാൻ എന്താ വഴി? ആലോചിച്ചിട്ടൊന്നും മനസ്സിൽ തെളിയുന്നില്ല. അവളുടെ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. കഷ്ടപ്പെട്ട് അവൾ നേടിയ വിജയത്തിൽ സന്തോഷവും അവൾ എന്റെ വിദ്യാർത്ഥിയായതിൽ അഭിമാനവും. അവൾക്കൊരു സമ്മാനം വാങ്ങണമെന്ന് എന്റെ മനസ്സിൽ വിചാരിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ട ഞാൻ അവൾക്ക് വേണ്ടി ഒരു സമ്മാനം സെലക്ട് ചെയ്തു. പക്ഷേ അത് കോളേജിൽ വെച്ച് കൊടുത്താൽ പിന്നെ അതിന് വേറൊരു നിറം വരും. അതുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല. വാദ്യാർ പണി കിട്ടിയപ്പോൾ എനിക്ക് തന്നൊരു പെണ്ണ് അപ്പോഴാണ് എന്റെ കണ്ണിൽപ്പെട്ടത്. ഞാനത് അവൾക്ക് കൊടുത്തു. ആൾക്ക് ഒരുപാട് സന്തോഷമായെന്ന് അവളുടെ മുഖം കണ്ടാലേ അറിയാം. വൈകിട്ട് ഒരുമിച്ച് പോവാമെന്ന് പറയാൻ അവളെ അന്വേഷിച്ചപ്പോൾ ദേ ആ കുരിപ്പ് ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ക്യാൻറ്റീനിലേക്ക് ചെന്നപ്പോൾ തേർഡ് ഇയറിലെ കാർത്തിക് അവിടെ ഒരുമാതിരി നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇനി ഞാൻ അവിടെ നിന്നാൽ അവനെ തള്ളിപ്പോവും. പോവാമെന്നെങ്കിലും തിരിഞ്ഞപ്പോഴാണ് അവൾ എന്നെ കണ്ടത്. പുറത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നു. എനിക്കെന്താണ്? അവൻ നോക്കുന്നതിന് എനിക്കെന്താ? എനിക്കത്ര വെപ്രാളത്തിന്റെ ആവശ്യമെന്താ? ഇല്ല, അവൾ എന്റെ ശിഷ്യയാണ്. ആ അടുപ്പമേ എനിക്ക് അവളോട് പാടുള്ളൂ. അവൾ വരുന്നുണ്ട്. കാർത്തികിനോടുള്ള അരിശം കടിച്ചു പിടിച്ച് ക്യാൻറ്റീനിൽ വന്ന കാര്യം ചോദിച്ചു. ഫ്രണ്ട്സിന് ചെലവ് ചെയ്യാൻ വന്നാണെന്ന് അവൾ മറുപടി പറഞ്ഞു. വൈകിട്ട് ഒരുമിച്ച് പോകാമെന്ന് അവളെ അറിയിച്ച് ഞങ്ങൾ പിരിഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് അവർ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ആണ്. അവിടെ ചെന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് ശരിക്കും എന്റെ കിളി പോയി. അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു. അവൾ എന്നെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അവൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞാവോ? വൈകിട്ട് കാണുമ്പോൾ ചോദിക്കാം. വൈകിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവളും ശ്യാമും കൂടി വരുന്നു. ടൈമില്ലെന്ന് കാണിച്ചപ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. ഞാൻ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. സാറ് കാറിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടു. സാറിന്റെ വാസിലേക്ക് മറ്റേ കൈ കൊണ്ട് തട്ടി സമയമില്ലെന്ന് കാണിച്ചു. ഉടൻ ഫോൺ എടുത്ത് എന്തോ ടൈപ്പ് ചെയ്യുന്ന കണ്ടു. അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു. സാറിന്റെ ആണ്. ഇനി വരുന്ന ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. വായിച്ചിട്ട് നോക്കിയപ്പോൾ ഒരു സങ്കടം ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട്. ശ്യാം, എന്റെ ബസ് വരുന്നുണ്ട്, ഞാൻ പോകുന്നു. ഓക്കെടി, ഒന്നും മനസ്സിൽ വെക്കരുത്, അത് മറന്നേക്ക്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എന്നോട് പിണങ്ങരുത് കേട്ടോ. അവന്റെ സംസാരം കേട്ട് എനിക്ക് ചിരി വന്നു. അവനോട് യാത്ര പറഞ്ഞ് ബസ്സിൽ കയറി. അവൻ എനിക്ക് നേരെ കൈവീശി കാണിച്ചു. തിരിച്ച് ഞാനും. കോളേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഞാനിറങ്ങി. തൊട്ടുപിറകിൽ സാറുമുണ്ടായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി വേഗം സാറിന്റെ കാറിൽ കയറി. ഞാനൊന്ന് ദീർഘനിശ്വാസം വിട്ടു. ആ എന്താ സാർ ഇത്? സാറിന് എന്നെ പിച്ചിന്ന്. ഇന്ന് എന്തായിരുന്നു ക്ലാസ്സിൽ? ഞാൻ പറയാം, എല്ലാം പറയാം. ആദ്യം പിടിയൊന്ന് വിട്, എനിക്ക് വേദനിക്കുന്നുണ്ട് സാർ. വേദനിക്കട്ടെ, ചെവിക്ക് പിടിക്കേണ്ട കേസാ. അതെങ്ങനാ? ആകെ പൊതിഞ്ഞുകിട്ടി വെച്ചേക്കല്ലേ? നിന്നോട് രാവിലെ പറഞ്ഞാലാ മറന്നോ? ഇല്ല, അതുകൊണ്ടായിരിക്കും ഉച്ചക്ക് അത്രയും വലിയ കഥാപ്രസംഗം നടത്തിയത്. സാർ വഴക്ക് പറയാനാണോ എന്നോട് വരാൻ പറഞ്ഞു? എന്നാ കഴിഞ്ഞെങ്കിലേക്ക് പോവായിരുന്നു. പിന്നെ സാറൊന്നും മിണ്ടിയില്ല. വണ്ടി എടുത്തു. ഞാനും അങ്ങോട്ടൊന്നും മിണ്ടാൻ പോയില്ല. വൈകുന്നേരമായിട്ടാണ് തോന്നുന്നു, നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോഴാണ് സാറിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. സാർ വണ്ടി ഓടിക്കുന്ന കാരണം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ഫോൺ എന്റെ കയ്യിൽ തന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹായ് ആഷിക, ഹൗ ആർ യു? നിങ്ങളോടൊരു കാര്യം പറയാൻ വിളിച്ച ആഷിക. ആഷിക, ഒരു വമ്പ സർപ്രൈസ് ഉണ്ട്. ആഷിക, ആഷിക, എന്താ നിങ്ങൾ മിണ്ടാത്തേ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഞാൻ വേഗം ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടു. സാറിന്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചെന്ന് മനസ്സിലായി. ഫോണിൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഉമ്മ എന്നാണ്. ഹലോ. എന്നോട് സംസാരിക്കാൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് സാറ് ചിരിക്കാൻ തുടങ്ങി. തെല്ലൂർ സംശയത്തോടെ ഞാൻ ഹലോ പറഞ്ഞു. ഹലോ. പെട്ടെന്ന് അപ്പുറന്ന് കേട്ട കലപില ശബ്ദങ്ങളെല്ലാം സ്വിച്ചിട്ട പോലെ നിലച്ചു. ഹലോ ആഷിക. എന്നോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ച് സംസാരിച്ചു തുടങ്ങി. ഹലോ കസിൻസ്, എന്തുണ്ട് വിശേഷം? ആഷിക, കൂടെ ആരാളുള്ളത്? ആരുമില്ല. ഓനെ ആഷി, ഞങ്ങളോട് നുണ പറയണ്ട. ഫോൺ എടുത്തൊരു പെൺകുട്ടിയാണ്.
അവിടെ വണ്ടികളുടെ ഭയങ്കര ഹോണടി കേൾക്കുന്നുണ്ട്. നീ ഡ്രൈവിംഗിലാണ്. പറ പോരെ, ആരെ കൂടെയുള്ള കക്ഷി? കൂടെ ഒരാളുണ്ട്, പക്ഷെ നിങ്ങളോട് പറയാൻ മനസ്സില്ല. ശരി, ഞങ്ങൾ വേറെ ആളുടെ കയ്യിൽ ഫോൺ കൊടുക്കാവേ. ഹലോ മോനെ ആശി. ഉമ്മ എന്താണെന്ന് പതിവില്ലാതെ ഈ നേരത്ത്? ഞാൻ രാവിലെ വിളിച്ചാണല്ലോ. ചോദിക്കും മാമി, ചോദിക്ക്. കൂടെ ആരാ ഉള്ളതെന്ന് ചോദിക്ക്. ഷോ, ഒന്ന് അടങ്ങിയിരിക്കും പിള്ളേരെ, ഞാൻ ചോദിക്കാം. എന്താണ് അവർ പറയുന്നത്? എന്റെ മോനെ, ഞാനല്ല നിന്നെ വിളിച്ചത്, ഇവളുമാരാ. നിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ ഫോൺ എടുത്ത് ഒരു പെണ്ണാണെന്ന്. അതാരാണെന്ന് ചോദിക്കാൻ എന്റെ കയ്യിൽ കൊണ്ടുവന്നാണ്. ഞാൻ അവിടെ കയ്യിൽ ഫോൺ എടുക്കാം. ഉമ്മ ചോദിക്കുക ആരാണെന്ന്. ഉമ്മ അറിയാം അവളെ. സാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഫോണിൽ ലൗഡ് സ്പീക്കർ മാറ്റി ചെവിയോട് അടുപ്പിച്ചു. അസ്സലാമലൈക്കും ഉമ്മ. വാലൈക്കും സലാം മോളെ. ഉമ്മാക്ക് സുഖാണോ? സുഖാണ് മോളെ. മോളുടെ പേരെന്താ? നഫീസത്തുൽ മിസ്രിയ. ആ അതാണ് അവൻ മോളെ ഞാൻ അറിയുന്നു പറഞ്ഞത്. മോളെയല്ലേ അവൻ പേടിപ്പിച്ച് ചീത്ത പറഞ്ഞ് ബോധം കളഞ്ഞത്? ഞാൻ ചിരിച്ചിട്ട് സാറിനെ നോക്കി അതേന്ന് പറഞ്ഞു. സാറ് എന്തായെന്ന് പിരികം പൊക്കി എന്നോട് ചോദിക്കുന്നുണ്ട്. മോളെ പറ്റിയും മോളുടെ വീട്ടിലുള്ള എല്ലാവരെ പറ്റിയും അവൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കറിയാം അവൻ അവിടെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതുപോലെ മോളുടെ കൈപുണ്യത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. മോള് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന്. അത്രയ്ക്കൊന്നും ഇല്ലമ്മ, സാറ് ചുമ്മാ പറയുന്ന. എന്റെ മോനെ എനിക്കറിയാം, അവൻ ചുമ്മാ ഒന്നും പറയില്ല. മോളൊരു ദിവസം കോഴിക്കോട്ടേക്ക് വരൂ. ഞങ്ങൾക്കൊക്കെ മോളെ കാണാൻ ഭയങ്കര ആശയുണ്ട്. ഇൻഷാല്ലാ ഞാൻ വരാം. എനിക്കും ആഗ്രഹമുണ്ട് ആ നാട് കാണാനും ഉമ്മാനെ കാണാനും. മോളെ ഫോണൊന്ന് അവന്റെ കയ്യിൽ കൊടുക്കാമോ? ഞാൻ വേഗം ഫോണിൽ ലൗഡ് സ്പീക്കറിലിട്ട് സാറിന് കിട്ടി. എന്താ ഉമ്മ? മോനെ, കഴിഞ്ഞ ആഴ്ച ഷാരു പോയി കണ്ട പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അവർക്ക് ഈ ബന്ധത്തിൽ ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ അവരൊരു ആഗ്രഹം കൂടി പറഞ്ഞു. അവിടെ ഇരട്ട പെൺകുട്ടികളാണുള്ളത്. അതിലൊരാളെയാണ് ഷാനു പോയി കണ്ടത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റേ കുട്ടിയെ ഷെയ്ക്ക് വേണ്ടി ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു. അവർക്ക് അവരുടെ 2 പെൺകുട്ടികളും ഒരു വീട്ടിലേക്ക് തന്നെ അയക്കാലോ. എന്നിട്ട് എന്ത് തീരുമാനം എടുത്ത്? ഷെയ്ഖയോട് ചോദിച്ചപ്പോ അവന് സമ്മതക്കുറവൊന്നുമില്ല. വാപ്പയെ എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. അൽഹംദുലില്ലാ, നന്നായി ഉമ്മ, നടക്കട്ടെ. ഉമ്മ ഞാൻ ഡ്രൈവിംഗിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം. ശരി ഉമ്മ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. മിസ്രി, എന്താ ഉമ്മ നിന്നോട് പറഞ്ഞു? എന്നോട് ഒരു ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇനി പറ, ക്ലാസ്സിൽ നടന്ന സമ്പത്തിന് തിരക്കഥ കേൾക്കട്ടെ. ശ്യാമാണ്, അവൻ പറഞ്ഞിട്ടാ ഞാൻ. അവൻ നിന്നോട് പൊട്ടക്കിണറ്റി ചാടാൻ പറഞ്ഞ നീ പൊട്ടക്കിണറ്റി ചാടുവോ? ഇതിന്റെ ബാക്കി എന്താവുമെന്ന് താൻ ആലോചിച്ചിട്ടുണ്ടോ? കാട്ടുതീ പോലെ ഈ വാർത്ത കോളേജ് മൊത്തം പരന്നിട്ടുണ്ടാവും. നിനക്കെന്താ പ്രശ്നം? ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് നാളെ കുട്ടികളുടെ മുഖത്ത് നോക്കേണ്ടതാണ്. സോറി സാർ. സോറി ഒരൊറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. സാറിനെ തല്ലാൻ കയ്യോങ്ങി. സാർ എന്തു വേണേലും ചെയ്തോളൂ, ഉപ്പച്ചിയോട് മാത്രം പറയരുത്. ആലോചിക്കട്ടെ. മിസ്രി, നിനക്കുള്ള പണി നേരത്തെ കിട്ടി മോളെ. എന്താ? നേരത്തെ എന്റെ കസിൻസ് വിളിച്ചപ്പോ നിന്നോട് ഫോൺ എടുക്കാൻ ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ആ 5-6 എണ്ണത്തിൽ ഒരെണ്ണം എന്റെ തലയിൽ കയറാൻ നിൽക്കുക. ഇനിയിപ്പോ അവളുമാരോട് എന്ത് പറഞ്ഞാലും അവളുമാര് വിശ്വസിക്കില്ല. ബാക്കിയൊക്കെ അവളുമാര് ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളൂ. എങ്ങനെയുണ്ട് തിരിച്ചു കിട്ടിയ പണി? ഞാൻ വായും പൊളിച്ചിരുന്നു പോയി. പിന്നെ ഞങ്ങളൊന്നും മിണ്ടിയില്ല. വണ്ടി നേരെ സിറ്റിയിലേക്കാണ് പോയത്. ഒരു ഷോപ്പിന് മുന്നിൽ ചെന്ന് വണ്ടി നിന്നു. ഞാൻ അതിന്റെ പേര് വായിച്ചു. സയനാസ് കളക്ഷൻസ് ഓഫ് ലേഡീസ്. വൈകുന്നു വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല. ബെസ്റ്റ്, വിളിച്ച് പറയടി. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു സാറിന്റെ കൂടെയാണെന്നും വൈകിട്ട് എത്തുകയുള്ളൊന്നും. ഇറങ്ങ്. അല്പം സംശയിച്ച് ഞാൻ ഇറങ്ങി. സാറിന്റെ കൂടെ ഞാൻ ആ ഷോപ്പിനകത്തേക്ക് കയറി. ഹായ് ഷെറിൻ. കടയുടെ അകത്തിയെന്ന് അവിടെ നിൽക്കുന്ന പെൺകുട്ടിയെ സാർ വിഷ് ചെയ്തു. ഹായ് ആഷി, ഇതാണോ താൻ പറഞ്ഞ ആള്? അതെ, വരൂ. ഞാൻ സംശയത്തോടെ സാറിനെ നോക്കി. ചെല്ല്, നിനക്ക് അവരൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ടു നോക്കാനാണ്. ഞാൻ ആ ചേച്ചിയുടെ കൂടെ അകത്തേക്ക് പോയി. ഒരു പിങ്ക് കളർ ഗൗൺ. വാവ്, സൂപ്പർ ഗൗൺ. ഞാൻ ആ ഗൗൺ ഇട്ട് സാറിന് മുന്നിൽ ചെന്നു. സൂപ്പറാണെന്ന് സാറും പറഞ്ഞു. തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഞാൻ അഴിച്ച് അവരെ ഏൽപ്പിച്ചു. തിരികെ വന്നപ്പോഴേക്കും സാറ് ബില്ല് പേ ചെയ്തു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. താനത് പാക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ, ഞാൻ അപ്പുറത്തുണ്ടാവും. ബൈ ഷെറിൻ. ഓക്കെ, ബൈ ആഷിഖ്. അത് പാക്ക് ചെയ്ത് തന്നിട്ട് ചോദിച്ചു കേട്ടപ്പോൾ പകച്ചുപോയി എന്റെ ബാല്യം. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് ആഷിഖ്. അവൻ എന്നോട് അവന്റെ സ്റ്റുഡൻസിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ഗൗണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ഓർഡർ തന്നു. ഈ കളറും ഡിസൈനും അവൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. കുറച്ച് കോസ്റ്റ്ലി ആവുമെന്ന് പറഞ്ഞിട്ടും അത് തന്നെ മതിയെന്നാണ് അവൻ പറഞ്ഞത്. വേറൊരു സ്റ്റുഡന്റിന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുമോ? സത്യം പറയണോ, താൻ ആഷിയുടെ ലവറല്ലേ? ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ചേച്ചി, ഗൗണിന്റെ പ്രൈസ് എത്രയാ?
13,850. താൻ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഒന്ന് പറയടോ, താൻ ആഷിയുടെ ലവറല്ലേ? അപ്പോഴാണ് സാറ് ഹോൺ അടിക്കുന്നത് കേട്ട്. സാറ് വിളിക്കുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാണല്ലേ, ഞാൻ പിടിച്ചോളൂ കേട്ടോ. സീ യു. ബൈ ചേച്ചി. ഛേ, ഈ സാറെന്താ വട്ടുണ്ടോ? എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവിടെ മുമ്പിൽ കൊടുത്തിട്ട് പോന്നു. ഇങ്ങരുടെ കയ്യിൽ കാശാതിക്കിരുന്ന് വട്ടായി പോയി എന്ന് തോന്നുന്നു. ഞാൻ പോയി വണ്ടിയിൽ കയറി. സർ, എന്തിനാണ് എനിക്ക് ഇത്രയും വിലയുള്ള ഗൗണുമായി തന്ന്? നീ അതിന്റെ വില അന്വേഷിച്ചോ? വില മാത്രമല്ല പറഞ്ഞ്, ഒരു ചോദ്യം കൂടി ചോദിച്ചു ചേച്ചി. എന്ത്? ഒരു സ്റ്റുഡന്റിന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുവോ? താൻ ആഷിയുടെ ലവറല്ലേ എന്ന്. അത് കേട്ടതും സാറ് ഭയങ്കര ചിരി നിർത്തിയിട്ട് സാറ് ചോദിച്ചു, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഞാനിങ്ങ് പോന്നു. ബെസ്റ്റ്. നീ അവളെ കൺവിൻസ് ചെയ്തിട്ട് വേണ്ടേ പോരാൻ? നിന്റെ ഒരു കാര്യം, അവൾക്ക് സംശയത്തിനൊരു കാരണമായി. എന്തിനാണ് സാറേ ഇത്രയും വിലയുള്ള ഗൗണൊക്കെ എനിക്ക്? തനിക്ക് വേണമെങ്കിൽ ഞാൻ കാർ നിർത്തി തരാം. ഡോർ തുറന്ന് പുറത്തേക്ക് കളഞ്ഞേക്ക്. കാർ ഒരു കോഫി ഷോപ്പിന് മുമ്പിൽ നിന്നു. ഇറങ്ങി വാ, നമുക്കൊരു കോഫി കുടിക്കാം. ഞങ്ങൾ ഷോപ്പിനകത്തേക്ക് കയറി. AC-യിലാണ് ഇരുന്നത്. ഗ്ലാസ് ഫിനിഷിംഗ് ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. കോഫിക്ക് ഓർഡർ ചെയ്ത് പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് ഒരു പരിചിത മുഖം. ദേ ബെൻസീറ, കൂടെ ആരും ഉണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.